പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. അപ്പോൾ ഗോവിന്ദൻ നയനയുടെ അടുത്ത് പറയുകയാണ്, മോളെ അവൾ ഫ്രണ്ട്സിൻ്റെ കൂടി അവൾ പെട്ടെന്നൊന്നും വരത്തില്ല, അവളെ പെട്ടെന്ന് വരാൻ പറയും, നമുക്ക് ഭക്ഷണമൊക്കെ ഒരുമിച്ചിരുന്ന് കഴിക്കണ്ടേ എന്നിങ്ങനെ പറയുമ്പോൾ കനക പറയുകയാണ്, ഈ ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂട്ടത്ത് അനിയും ഉൾപ്പെടുമോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അറിയില്ല എന്ന് നയന പറയുകയാണ്. അതിനുശേഷം ഗോവിന്ദൻ പറയുകയാണ്, അനിയും നന്ദുവും കാണുന്നത് മോള് വിലക്കണമെന്നാണ് നയനയുടെ അടുത്ത് പറയുന്നത്. അതിനുശേഷം ഗോവിന്ദൻ പറയുന്നുണ്ടായിരുന്നു, അനാമിക അവളുടെ വീട്ടുകാരുടെ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ, നബിയമ്മോൾ കുടിക്കാൻ വെച്ചിരുന്ന പാലിലാണല്ലോ അവർ വിഷം കലക്കിയത്. അപ്പോൾ അവരുടെ സ്വന്തം നിലനിൽപ്പിന് അവരെന്ത് ചെയ്യാനും മടിക്കില്ല, അത്രയ്ക്ക് മോശമായ ആൾക്കാരാണെന്ന് ഇങ്ങനെ പറയുകയാണ്. അതിനുശേഷം നബിയ പറയുകയാണ്, നന്ദുവിന് എന്ത് സംഭവിച്ചാലും അതിന് ഉത്തരവാദി അനാമിക അവളുടെ വീട്ടുകാരൻ തന്നെയായിരിക്കും എന്ന് പറഞ്ഞിട്ട് നബിയ അകത്തേക്ക് പോവുകയാണ്. അപ്പോൾ കൂട്ടത്തിൽ നയനയും പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ നയനയും നബിയും ഇങ്ങനെ പറഞ്ഞിട്ട് പോയപ്പോൾ ഗോവിന്ദന് എന്തോ ഒരു സംശയം തട്ടിയിട്ടുണ്ട്. പിന്നീട് അനാമികയാണെങ്കിൽ ജലജയുടെ അടുത്ത് ഭയങ്കര സന്തോഷത്തിൽ പറയുകയാണ്, ഇപ്പോൾ അവളുടെ വീട് ഇപ്പോൾ മരണ വീടായിക്കാണുമെന്ന് പറഞ്ഞ് നല്ല സന്തോഷത്തിൽ ചിരിച്ചാണ് പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ ജലജയ്ക്ക് സന്തോഷമാവുകയാണ്. ജാനകി അവരെ കൂട്ടത്തുണ്ടായിരുന്നു. അപ്പോൾ ജലജ പറയുകയാണ്, മോളയുടെ അച്ഛനെയും അമ്മയും ഒക്കെ സമ്മതിച്ച് തരണം, മോളെയും എൻ്റെ മകനെയാണ് ഈ കാര്യം ഏൽപ്പിച്ചിരുന്നെങ്കിൽ എൻ്റെ മോൻ അവിടെ നിന്ന് അടിയും വാങ്ങിക്കൊണ്ട് വന്നെങ്കിൽ എന്ന് പറയുകയാണ്. അതിനുശേഷം ജാനകി പറയുകയാണ്, ഇതിൻ്റെ പിന്നിൽ നമ്മളാണെന്ന് ആരും അറിയാത്തതാണ് നല്ലതെന്ന്. അപ്പോൾ അനാമിക പറയുകയാണ്, ഇത് അറിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല എന്ന്. എന്നിട്ട് അവൾക്ക് ഇനിയിപ്പോൾ SI എന്ന് ആവാൻ പറ്റത്തില്ല, അവൾ അത്രയ്ക്ക് മാത്രം ക്രിമിനൽ കുറ്റമാണ് ചെയ്തിരിക്കുന്നതെന്ന്. അങ്ങനെയുള്ള ആൾക്കാർക്ക് SI ആവാൻ പറ്റത്തില്ല എന്നിങ്ങനെ പറയുമ്പോൾ ജലജ പറയുകയാണ്, എന്തായാലും അവളെ പോയി ഒന്ന് കാണണമെന്ന്. എന്തായാലും ഇപ്പോൾ അത് വേണ്ട, അവൾ ജയിലിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് അവളെ പോയി കാണാമെന്ന് പറഞ്ഞ് സന്തോഷത്തിലാണ് അനാമികയും പറയുന്നത്. എന്നിട്ട് അനാമിക പറയുകയാണ്, ഇവിടെ ഒരാൾക്ക് അവൾ സ്റ്റേഷനിലായതും ജയിലിലേക്ക് പോകുന്നതൊന്നും ഇഷ്ടപ്പെടുന്നില്ല, അത് മറ്റാരുമല്ല അമ്മയുടെ മോൻ തന്നെയാണെന്ന് ജാനകിയുടെ മുഖത്ത് നോക്കി അനാമിക പറയുകയാണ്. പിന്നീട് ജലജ പറയുന്നുണ്ടായിരുന്നു, എൻ്റെ പരിചയത്തിൽ ഒരു പയ്യനുണ്ടായിരുന്നു, ആ പയ്യൻ SI ടെസ്റ്റൊക്കെ എഴുതി ഇങ്ങനെ നിൽക്കുന്ന സമയത്തായിരുന്നു ഏതോ ഒരു കള്ളക്കേസിൽ ആരോപപ്പെടുത്തിയ ആ പയ്യൻ്റെ പോലീസ് മോഹം അങ്ങ് നടക്കാതെയായി. അങ്ങനെ ആ പയ്യൻ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു ഗുണ്ടയായി തീർന്നു എന്ന്. അങ്ങനെയുള്ളവന്മാരുമുണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ അനാമിക പറയുകയാണ്, മറ്റവളുടെ കാര്യം അങ്ങനെയൊക്കെ തന്നെയാവും, ഇനി അവൾക്ക് SI ആവാമെന്നുള്ള മോഹം നടക്കത്തില്ല എന്നും. എന്തായാലും അവൾക്ക് പോലീസ് യൂണിഫോം ഇടാമെന്നുള്ള മോഹം മാറ്റി വയ്ക്കണമെന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം ജലജ പറയുകയാണ്, ഇനി നല്ല കുടുംബത്തിൽ നിന്ന് നല്ലൊരു പയ്യന്മാരും ആരും ഇവൾക്ക് വിവാഹ ആലോചനയുമായിട്ട് വരത്തില്ല എന്ന്. അപ്പോൾ പറയുകയാണ്, ഇവൾ ഏതെങ്കിലും കുടുംബത്തിൽ കയറി ചെന്നിട്ടുണ്ടെങ്കിൽ ആ കുടുംബത്തിലെ പയ്യനെയും അമ്മായിയമ്മയും ഇടഞ്ഞ അവരെ അവൾ ശരിയാക്കും, അതുകൊണ്ട് ഒരു കുടുംബം രക്ഷപ്പെട്ടു എന്ന് പറയുകയാണ്. അതിനുശേഷം ജലജ പറയുന്നുണ്ടായിരുന്നു, അവൾ നമ്മളുടെ മരുമക്കളെക്കാളും ഒരു വിളഞ്ഞ വിത്താണ്, നമ്മുടെ മരുമക്കൾ നമ്മളെ തല്ലുന്നില്ലാന്നേ ഉള്ളൂ എന്ന്. അതിനുശേഷം ജലജ പറയുന്നുണ്ടായിരുന്നു, ഇനി ഇവിടെ നിന്ന് 2 പോയിട്ടുണ്ടല്ലോ, ഇനി ഇതിൻ്റെ പേരിൽ നിൻ്റെ മകൻ അനാമികയെ തള്ളിക്കളയുമോ എന്ന്. ജാനകി പറയുകയാണ്, അത് അവൻ മാത്രം വിചാരിക്കുന്ന നടക്കുന്ന കാര്യങ്ങളല്ലല്ലോ, ഞാനും കൂടി വിചാരിക്കേണ്ടേ, എനിക്കിപ്പോൾ അവനേക്കാളും ഏറ്റവും കൂടുതൽ സ്നേഹം എൻ്റെ മരുമകളായ അനാമികയുടെ അടുത്താണെന്ന്. ഇങ്ങനെ ജലജയുടെ അടുത്ത് ജാനകി പറയുന്നത് ജലജയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അതിനുശേഷം ജയനെ ആദർശനെ അജയനെയൊക്കെയാണ് കാണിക്കുന്നത്. അവരൊരുമിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അച്ഛനെ വിളിച്ചപ്പോൾ അച്ഛൻ മാരാർ വക്കീലിനെ ഏർപ്പാടാക്കി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അച്ഛൻ പറയും മുമ്പേ അദ്ദേഹം പറഞ്ഞ് കേസ് ഏറ്റെടുത്തു എന്നാണ്. അതിനു മുമ്പേ മാരാർ വക്കീലെടുത്ത് ആരാണ് ഈ കേസ് കൊടുത്തത്, മാരാർ വക്കീലിൻ്റെ കയ്യിൽ കേസ് കൊടുത്ത ആരെന്നറിയാതെ അവർ സംശയിച്ചങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ദേവേനെ അവിടേക്ക് വരുന്നത്. അപ്പോൾ നയനയുടെ വീട്ടുകാർക്ക് മുമ്പേ മാരാർ വക്കീലുമായിട്ട് പരിചയമുണ്ടോ എന്നിങ്ങനെ ആദർശിൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ ആദർശ് പറയുകയാണ്, അങ്ങനെ പരിചയം ഉണ്ടെങ്കിൽ നയന എൻ്റെ അടുത്ത് പറയത്തില്ലായിരുന്നു, അങ്ങനെ അവർക്ക് മാരാർ വക്കീലെ പരിചയമൊന്നും ഇല്ല എന്ന്. നാട്ടിലെ തന്നെ പ്രമുഖരായ വക്കീലിൽ ഒരാളാണ് മാരാർ വക്കീൽ, അദ്ദേഹം കേസെടുത്താൽ ഒരിക്കലും തോൽക്കുകയൊന്നുമില്ല, എല്ലാവരും പറയാറുള്ളത് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദേവേനയും പറയാണ്, മാരാർ വക്കീൽ കേസെടുത്തിട്ടുണ്ടെങ്കിൽ ജയിക്കുമല്ലോ എന്ന്. ജയൻ പറയുന്നുണ്ടായിരുന്നു, മാരാർ വക്കീൽ കേസെടുത്താൽ ജയിക്കും, പക്ഷേ മറ്റുള്ളവർ നീ ഉൾപ്പെടെ ആ കേസ് ജയിക്കലെന്നല്ലേ ആഗ്രഹിക്കുന്നതെന്ന്, ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുമെന്നിങ്ങനെ പറയുമ്പോൾ ദേവേനി ചോദിക്കുകയാണ്, എന്താ ചേട്ടാ അങ്ങനെ പറഞ്ഞത്, നന്ദു തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ അപ്പോൾ അവൾ കേസും ജയിക്കണമെന്നാണ് ഞാനും ആഗ്രഹിക്കുന്നതെന്ന്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ആദർശ് പറയുകയാണ്, അമ്മ ഈ പറഞ്ഞ ആത്മാർത്ഥമായിട്ടാണെങ്കിൽ അവൾ കേസ് ജയിക്കുക തന്നെ ചെയ്യുമെന്ന്. ഇത് തിരഞ്ഞെടുത്ത പ്രൊഫഷൻ നല്ല പ്രൊഫഷൻ തന്നെയാണ്, അവൾ ഒരുപാട് ആഗ്രഹിച്ചാണല്ലോ ഇത് തിരഞ്ഞെടുത്തതെന്ന്. നന്ദുവിനെ പോലെയുള്ളവർ തന്നെയാണ് പോലീസ് യൂണിഫോം അണിഞ്ഞു വരേണ്ടിയിരുന്നതെന്ന് ആദർശ് പറയുന്നുണ്ട്. അതിനുശേഷം പറയുകയാണ്, നയനേക്കാളും തൻ്റെ ഇടമുള്ള പെൺകുട്ടിയാണ് നന്ദു, നയനെ പോലെയല്ല, നയനേക്കാളും പ്രതികരിക്കുകയൊക്കെ ചെയ്യുന്ന പെൺകുട്ടി തന്നെയാണ് നന്ദു എന്ന്. എന്തെങ്കിലും തെറ്റ് കണ്ടാൽ കയറി പ്രതികരിക്കും, നയനെ പോലെ തന്നെയാണ്, പക്ഷേ നയനേക്കാളും ഒരുപടി മുകളിലാണ് നന്ദു എന്ന്.
ദേവേനി മനസ്സിൽ ഓർക്കുകയാണ്, എന്തായാലും കേസ് ജയിക്കുമില്ലെങ്കിൽ എൻ്റെ മകളുടെ കണ്ണീര് കാണേണ്ടി വരും. അതുകൊണ്ട് കേസ് ജയിക്കണം എന്നുള്ള ഉറപ്പാണ് ദേവേനിയുടെ മനസ്സ് ദേവേനി ഉറപ്പിക്കുന്നത്. അവരെല്ലാവരും കേസ് ജയിക്കുമെന്ന പ്രതീക്ഷയോടെയാണ് ഇരിക്കുന്നത്. അതിനുശേഷം അനിയാണെങ്കിൽ നന്ദുവിനെ കാണാൻ വേണ്ടി സ്റ്റേഷനിലേക്ക് വരികയാണ്. നന്ദുവിനെ കാണുമ്പോൾ തന്നെ അനി ചോദിക്കുകയാണ് എന്ത് പറ്റിയെന്ന്. അപ്പം നന്ദു പറയുകയാണ്, നിനക്ക് കാര്യങ്ങളൊക്കെ അറിയുന്നതല്ലേ, എൻ്റെ മുമ്പിൽ വെച്ച് ആരെങ്കിലും ഗുണ്ടായിസം കാണിച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് ഒരിക്കലും കണ്ടോണ്ട് നിൽക്കില്ല, അതിന് ഞാൻ പ്രതികരിക്കുക തന്നെ ചെയ്യുമെന്ന്. ഇവിടെ അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. ഇവിടെ എത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായി അത് എന്നെ ആരോ ചതിച്ചതാണെന്ന്. അനി ചോദിക്കുകയാണ്, ഇനി എന്തായാലും നാളെ നിനക്ക് ട്രെയിനിങ് ക്യാമ്പിലേക്ക് പോവേണ്ടതല്ലേ എന്ന്. നീ അതിന് പോകാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. ശേഷം അനി പറയണേ, ഇതുവരെ നീ ട്രെയിനിങ്ങിൽ പോകുമെന്നൊരു സങ്കടമായിരുന്നു, ഇപ്പോൾ നിനക്ക് അതിനേക്കാളും വലിയ ആയല്ലോ എന്നിങ്ങനെ അനി പറയുകയാണ്. എനിക്കാണെങ്കിലും ഭയങ്കര സങ്കടമാണ്. അതിനുശേഷം അനി ചോദിക്കുകയാണ്, നിന്നെ പോലീസുകാർ വല്ല ഉപദ്രവിച്ചോ എന്ന്. നീ എങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയണം. അതിനുശേഷം നന്ദു പറയുകയാണ്, അഭിയേട്ടൻ എന്തോ ഇവിടെയുള്ള SIക്ക് എന്തോ ഒരു നീരസം ഉണ്ടെന്ന് തോന്നുന്നു എന്ന്. അദ്ദേഹത്തിൻ്റെ സംസാരത്തിലുണ്ടായിരുന്നു എന്ന്. അതിനുശേഷം നന്ദു പറയുകയാണ്, എനിക്ക് വേണ്ടി മാരാർ വക്കീൽ വന്നിരുന്നു എന്നെ ജാമ്യത്തിലെടുക്കാൻ വേണ്ടി. ഇവിടുത്തെ വലിയ വക്കീലാണ് മാരാർ വക്കീൽ, എന്നിട്ട് അദ്ദേഹം വന്നിട്ട് പോലും ജാമ്യം കൊടുത്തിട്ടില്ല എന്ന് SI വീമ്പ് പറഞ്ഞു എന്ന് പറയുകയാണ്. നന്ദു പറയണ SIക്ക് എൻ്റെ അടുത്ത് എന്തോ ഉണ്ട്, അങ്ങേരുടെ സംസാരത്തിൽ നിന്നൊക്കെ മനസ്സിലാവുന്നു എന്ന്. അപ്പോൾ അനി ചോദിക്കുകയാണ്, നിന്നെ ഉപദ്രവിച്ചോ എന്ന്. അപ്പോൾ നന്ദു പറയുകയാണ്, ഇല്ല ഉപദ്രവിച്ചൊന്നും ഇല്ല എന്ന്. ശേഷം അനിക്കാരും നന്ദുവിനാരും നാളെ ട്രെയിനിങ് ക്യാമ്പിൽ പോകാൻ പറ്റിയില്ലെങ്കിലോ എന്നുള്ള ടെൻഷനാണ്. അതിനുശേഷം നന്ദു പറയുകയാണ്, ഇനി ട്രെയിനിങ് ക്യാമ്പിൽ പോകാൻ പറ്റിയില്ലെങ്കിൽ നാളെ ജയിലിലേക്കായിരിക്കും പോവേണ്ടി വന്ന എനിക്കെതിരെ കള്ളക്കേസ് കൊടുത്തവരെ ഞാൻ ഒരിക്കലും വെറുതെ വിടത്തില്ല എന്ന്. ആ പയ്യനെ ഞാൻ അടിച്ചു എന്ന് പറഞ്ഞ് അവൻ്റെ നട്ടലിലും വാരിയലിലും ഒടിയത്തക്ക രീതിയിൽ ഞാനൊന്നും അടിച്ചിട്ടില്ല, ഇത് കള്ളം പറയുന്നതാണ്, ആരോ നല്ല രീതിയിൽ കളിച്ചതാണെന്ന് എനിക്ക് നന്ദുവിനും മനസ്സിലാവുന്നു. അതിനുശേഷം നന്ദു പറയുകയാണ്, ഇനി ജയിലിലേക്ക് പോകേണ്ടി വന്നാലും കുറേ കാലം ജയിലിൽ കിടക്കേണ്ടി വരും, അതിനുശേഷം ഞാൻ എന്നും ജയിലിൽ കിടക്കാൻ തീരുമാനിക്കുമെന്ന് നന്ദു പറയുകയാണ്. അപ്പോൾ നന്ദു ചോദിക്കുകയാണ്, ഈ കാര്യം എൻ്റെ അച്ഛനും അമ്മയും അറിഞ്ഞിട്ടുണ്ടോ എന്ന്. ഇതുവരെ അറിഞ്ഞിട്ടില്ല എന്നാണ് ഏട്ടത്തിമാർ പറഞ്ഞതെന്ന് അനി പറയുകയാണ്. പക്ഷേ അവരറിയുകയാണെങ്കിൽ അവർക്കിതൊന്നും സഹിക്കാൻ പറ്റത്തില്ല എന്ന് നന്ദു പറയുകയാണ്. മുമ്പേ ആണെങ്കിൽ ഞാൻ സ്റ്റേഷനിലൊക്കെ കയറിയിട്ടുണ്ട്, പക്ഷേ ജയിലിൽ പോയിട്ട് ഇതുവരെ വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ എനിക്കാണെങ്കിൽ ഒരുപാട് സങ്കടമാവുകയാണ്. ആണെങ്കിലും നന്ദുവിൻ്റെ കൈനെയൊക്കെ പിടിച്ച് യാത്ര പറഞ്ഞ് പോവുകയാണ്. അതിനുശേഷം അവിടെ നിന്നും ഒരു വനിതാ പോലീസ് ഇതെല്ലാം കണ്ടോണ്ട് നിന്നിട്ട് നന്ദുവിൻ്റെ അടുത്ത് വന്ന് ചോദിക്കുകയാണ്, ആരാ കാമുകനാണെന്ന് നന്ദുവിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്. ആ സമയത്ത് നന്ദു ആണെങ്കിൽ ഭയങ്കര ദേഷ്യത്തിൽ നിൽക്കുകയാണ്. അപ്പം നന്ദു പറയാം, കാമുകനല്ല, അത് ഭർത്താവാണ്, എൻ്റെ അല്ല മറ്റൊരു പെൺകുട്ടിയുടെ ആണെന്ന് നല്ല ദേഷ്യത്തിലാണ് നന്ദു പറയുന്നത്. നിങ്ങളുടെ സംസാരം കണ്ടപ്പോൾ എനിക്ക് തോന്നി നിങ്ങൾ രണ്ടുപേരും കാമുകന്മാരാണെന്ന്. അപ്പം നന്ദു പറയുകയാണ്, അത് എൻ്റെ തെറ്റല്ല, ഞങ്ങൾ നല്ല ഫ്രണ്ട്സാണെന്ന്. നന്ദു നല്ല ദേഷ്യത്തിലാണ് അവിടെ ഇരിക്കുന്നത്. അതിനുശേഷം നല്ല സങ്കടത്തോടെ അനിയാണെങ്കിൽ സ്റ്റേഷനിൽ പുറത്തിറങ്ങിയാണ്. ഇറങ്ങുമ്പോൾ അവിടെ വെച്ച് ആ SIയെ കാണുകയാണ്. ആ പെൺകുട്ടിയുടെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമുണ്ടോ, ആ കുട്ടിയെ എന്താ ജാമ്യത്തിൽ വിടാൻ ഇത്രയും വലിയ തടസ്സമെന്ന്. അങ്ങനെ പെട്ടെന്ന് ജാമ്യത്തിലൊന്നും വിടാൻ പറ്റത്തില്ല, അവൾ നിന്നെപ്പോലെയൊന്നും അല്ല, നിങ്ങൾ തമ്മിൽ എന്താ അടുപ്പമെന്ന് പോലീസ് അനിയുടെ ചോദിക്കുകയാണ്. നല്ല ഫ്രണ്ട്സാണെന്ന് ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ പറയുകയാണ്, ഇങ്ങനെയുള്ള ആൾക്കാരുമായി ഫ്രണ്ട്ഷിപ്പ് വയ്ക്കാതിരിക്കുന്നതാണ് നല്ലത്, എങ്കിൽ നിൻ്റെ കാര്യവും പോക്കാണ് എന്ന്. അത് തന്നെ പോലെയല്ല, നല്ല തൻ്റെയിടവും ധൈര്യമുള്ള പെൺകുട്ടിയാണ്, ആ രീതിയിലാണ് പെരുമാറുന്നതെന്ന്. കോടതിയിൽ ഹാജരാക്കുമ്പോൾ ഇതേ ധൈര്യം കണ്ടാൽ മതിയായിരുന്നു എന്ന്. ഇനി പറയുന്നുണ്ടായിരുന്നു, നാളെ സാറിനെ പോലെ SI ആവാനുള്ള കഴിവുള്ള പെൺകുട്ടിയാണ് നന്ദു എന്ന്. അപ്പോൾ പോലീസുകാരൻ പറയുന്നു, ഇവളെപ്പോലെ ഉള്ളവർ പോലീസ് ആവാതെ ഇരിക്കുന്നത് തന്നെയാണ് നല്ലത് എന്ന്. ഇവളെപ്പോലെയുള്ള ഒരു SI യൂണിഫോം ധരിക്കാതിരിക്കുന്നതാണ് നല്ലത്, എങ്കിൽ പാവപ്പെട്ട ആൾക്കാരെ ഇവൾ പിടിച്ച് ഇതുപോലെ തല്ലുമായിരുന്നല്ലോ, അതുകൊണ്ട് ഇവളാവാതിരിക്കുന്നതാണ് നല്ലത് എന്ന്. എന്നിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ തമ്മിൽ എന്താ ബന്ധമെന്ന് ചോദിക്കുമ്പോൾ അനി വീണ്ടും പറയുന്നത്, ഞങ്ങൾ നല്ല ഫ്രണ്ട്സാണ് എന്ന്. അപ്പോൾ പോലീസുകാരൻ പറയുകയാണ്, അനന്തപുരിയിലെ പയ്യനാണെന്ന് പറഞ്ഞത് കൊണ്ടാണ് നിന്നെ കാണാൻ വരെ അനുവദിച്ചതെന്ന്. ഇന്നത്തെ നല്ല വക്കീലാണ് മാരാർ വക്കീൽ, അദ്ദേഹം വിചാരിച്ചിട്ട് പോലും അവളെ ജാമ്യത്തിൽ വിടാൻ കഴിഞ്ഞില്ല പിന്നെയാണെന്ന്. അതിനുശേഷം പറയുന്നുണ്ടായിരുന്നു, തൻ്റെ മുത്തശ്ശൻ വിളിച്ച് പറഞ്ഞാൽ പോലും അവളെ ജാമ്യത്തിൽ വിടാൻ പറ്റത്തില്ല എന്ന്. അതോടകം തന്നെ മുകളിലുള്ളവരെയൊക്കെ അറിയിച്ച് കാണുമല്ലോ, എന്തായാലും ഈ കേസ് കോടതിയിലെ തീരുള്ളൂ എന്ന് പറഞ്ഞിട്ട് SI അവിടെ നിന്ന് പോവുകയാണ്. പക്ഷെ അനിയാണെങ്കിൽ മുത്തശ്ശിയുടെ അടുത്ത് വന്ന് പറയുകയാണ്, ഇത് മുത്തശ്ശൻ ഇടപെടാതെ ഒരു കാര്യവും നടക്കത്തില്ല മുത്തശ്ശി എന്ന്. അപ്പോൾ മുത്തശ്ശി പറയുകയാണ്, മുത്തശ്ശൻ SPനെയൊക്കെ വിളിച്ചിരുന്നു, അതുകൊണ്ട് നന്ദുവിനെ അവരൊന്നും ചെയ്യത്തില്ല എന്ന്. ഈ പറയുന്നുണ്ടായിരുന്നു, നാളെ അവൾ ട്രെയിനിങ് ക്യാമ്പിലേക്ക് പോകാനിരുന്നതാണ്, നാളെ ചിലപ്പോൾ ജാമ്യം കിട്ടിയില്ലെങ്കിലോ എന്ന്. പിന്നീട് അവൾ ജയിലിലേക്കായിരിക്കും പോകുക എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അനാമിക അവിടേക്ക് വരികയാണ്. അവൾ ജയിലിലേക്ക് പൊയ്ക്കോട്ടെ, അതിന് നിനക്കെന്താ കുഴപ്പമെന്ന് അനിയുടെ അടുത്ത് ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ മുത്തശ്ശി പറയുകയാണ്, എന്താ ഇങ്ങനെ പറയുന്നത്, ഇവിടെ 2 പെൺകുട്ടിയുടെ അനിയത്തിയല്ലേ നന്ദു, അപ്പോൾ ഇങ്ങനെ പറയാമോ, ഇത്രയും വേണ്ടിയിരുന്നില്ല, നന്ദു പാവമല്ലേ എന്നിങ്ങനെ പറയുമ്പോൾ അനാമിക പറയുകയാണ്, അവൾ അത്രയ്ക്ക് പാവമൊന്നുമല്ല, വഴിയിലൂടെ പോയിരുന്ന പയ്യനെ അടിച്ചതാണ്, അവൾ അത്രയ്ക്ക് നല്ല മോശമായ സ്വഭാവം എന്നൊക്കെ പറഞ്ഞ് നന്ദുവിനെ അങ്ങനെ ഓരോന്നും പറഞ്ഞ് കുറ്റപ്പെടുത്തുകയാണ് അനാമിക. ഇങ്ങനെയെല്ലാം കേൾക്കുമ്പോൾ മുത്തശ്ശി പറയണം, അവൾ ഇങ്ങനെയൊന്നും പറയരുത് എന്ന്. അപ്പോൾ വായി തോന്നിയതൊക്കെ അനാമിക വീണ്ടും വിളിച്ച് പറയുകയാണ് ഓരോന്നായിട്ട്.
ഇതൊരു ക്രിമിനലാണ് എന്നൊക്കെ ഇങ്ങനെ അനാമിക പറയുകയാണ്. അപ്പോൾ എനിക്ക് മനസ്സിലാവുന്നു ഇതിൻ്റെ പിന്നിൽ ആരോ കളിച്ചാണ്, ഇതിൻ്റെ പിന്നിൽ നീ നിൻ്റെ അച്ഛനൊക്കെ തന്നെ ആയിരിക്കുമെന്ന് അനി പറയുകയാണ്. ഈ കെണിയെപ്പെടുത്തി അവൾ എസ് ആവാൻ പോകുന്നത് കൊണ്ടായിരിക്കും അവളെ ഇങ്ങനെ ചതിച്ചതെന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അനാമിക പറയുകയാണ്, നീ എന്തിനാ ഇങ്ങനെ പറയുന്നത്, അവളോട് ദേഷ്യമുള്ള മറ്റാരെങ്കിലും ചെയ്തതായിരിക്കുമെന്ന്. നീ എന്തിനാ ഈ തെറ്റ് എൻ്റെ തലയിലേക്ക് ഇടുന്ന, അല്ലെങ്കിൽ അവൾക്ക് അങ്ങനെ തന്നെ വേണമെന്ന് അനാമിക പറയുകയാണ്. അപ്പോൾ മുത്തശ്ശി ഇതൊക്കെ കേൾക്കുമ്പോൾ പറയണം, അങ്ങനെയൊന്നും പറയില്ല, അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കല്ലേ ഈ സമയം നമ്മൾ ചെയ്യേണ്ടതെന്ന്. എനിക്ക് അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊന്നും പറ്റത്തില്ല എന്ന് പറയും. ദേഷ്യത്തിൽ അനാമിക അവിടെ നിന്ന് പോവുകയാണ്. ആ സമയത്ത് അനി മുത്തശ്ശിയുടെ അടുത്ത് പറയുകയാണ്, ഞാൻ പറഞ്ഞില്ലേ മുത്തശ്ശി, ഇവളും അവളുടെ അമ്മയും അച്ഛനും ഒക്കെയാണ് ഇതിൻ്റെ പിന്നിലെന്ന്. അപ്പോൾ മുത്തശ്ശി പറയുകയാണ്, ഒന്നും കാണാതെയും കേൾക്കാതെ നമ്മളൊന്നും ആരെയും പഠിക്കാൻ പാടില്ല മോനെ എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം അനാമികയാണ് പുറത്തേക്ക് വന്നിട്ട് ഭയങ്കര സന്തോഷത്തിലും ചിരിയിലൊക്കെയാണ് നന്ദുവിനെ ഇത്രയും അവസ്ഥയിലാക്കിയതിൻ്റെ. അനാമികയുടെ ചിരിയും സന്തോഷവും എല്ലാം കണ്ടിട്ട് അനി അവിടേക്ക് വരികയാണ്. അനി വന്നിട്ട് എടി എന്ന് വിളിക്കുകയാണ്. അപ്പോൾ അനാമികയുടെ മുഖത്ത് സന്തോഷം കാണുമ്പോഴേ എനിക്ക് മനസ്സിലാവുന്നു. എന്നിട്ട് അനി പറയുകയായിരുന്നു, നിൻ്റെ മുഖത്ത് ഈ സന്തോഷം കാണുമ്പോഴേ പലതും വിളിച്ച് പറയുന്നുണ്ട് എന്ന്. അനി പറയുകയാണ്, നന്ദുവിനെ എന്തായാലും ഈ വലിയ കുരുക്കിൽ കുരുക്കിയത് നീ നിൻ്റെ അച്ഛനും അമ്മയൊക്കെ തന്നെ ആയിരിക്കുമെന്ന് ഉറപ്പിച്ചാണ് അനി പറയുന്നത്. അതിനുശേഷം അനാമിക തിരിച്ച് പറയുന്നുണ്ടായിരുന്നു, ഇതിനു മുമ്പ് എൻ്റെ അച്ഛനെ കയറി തല്ലിയത് നന്ദുവിൻ്റെ ഫ്രണ്ട്സും തന്നെയാണെന്ന് ഞങ്ങൾക്ക് നല്ലതുപോലെ അറിയാമെന്നു. അന്ന് നിൻ്റെ മുഖത്ത് ഈ സങ്കടമൊന്നും കണ്ടില്ലല്ലോ, ഇപ്പോൾ എന്താ നിനക്ക് നിൻ്റെ മുഖത്ത് വല്ലാത്ത സങ്കടം എന്ന്. അപ്പോൾ അനി പറയുകയാണ്, അന്ന് അവർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അവർ അറിയിക്കുന്ന രീതിയിൽ ആയതുകൊണ്ട് തന്നെ അവർക്ക് ആ തല്ല് കിട്ടിയതെന്ന്. അനാമിക തിരിച്ച് പറയുന്നുണ്ടായിരുന്നു, എങ്കിൽ ഇപ്പോൾ നന്ദു സ്റ്റേഷനിൽ കിടക്കുന്നത് നാളെ ജയിലിലേക്ക് പോകുന്നതുമല്ല, അതും അവൾ അറിയിക്കുന്ന രീതിയിലുള്ള തന്നെയാണെന്ന്. എനിക്കതിന് നല്ല ദേഷ്യം വരെയാണ് അനാമികയുടെ ഈ സംഭാഷണമൊക്കെ കേൾക്കുമ്പോൾ. എന്നിട്ട് അനി തറപ്പിച്ച് പറയുകയാണ്, എന്തായാലും നാളെ തന്നെ ഞാൻ അവളെ ജാമ്യത്തിൽ ഇറക്കുമെന്ന്. നാട്ടിലെ പ്രമുഖനായ വക്കീലാണ് മാരാരി വക്കീൽ. അപ്പോൾ അദ്ദേഹമാണ് നന്ദുവിൻ്റെ കേസ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നന്ദു ജാമ്യത്തിൽ ഇറങ്ങുമെന്നിങ്ങനെ പറയുമ്പോൾ അനാമിക പറയുകയാണ്, ഞാനൊരു കാര്യം നിൻ്റെ അടുത്ത് പറയാം, അവൾ ഒരിക്കലും ജാമ്യത്തിൽ ഇറങ്ങാനും പോകുന്നില്ല. തെറ്റുമില്ലാതെ നടു റോട്ടിൽ വെച്ച് ഒരു ചെറുപ്പക്കാരനെയാണ് അവൾ തല്ലിച്ചതച്ചത്, അതുകൊണ്ട് അവളെ ഒരിക്കലും വിട്ടയക്കാൻ പോകുന്നില്ല, അവൾ ജാമ്യത്തിൽ ഇറങ്ങാൻ പോകുന്നില്ല എന്ന്. ആ പെൺകുട്ടി തന്നെയാണ് അവൾക്കെതിരെ മൊഴി കൊടുത്തിട്ടുള്ളത്. എന്തായാലും അവളെ വിട്ടയക്കാൻ പോകുന്നില്ല, കേസ് ഉടനെയൊന്നും തീരാൻ പോകുന്നില്ല, എന്തായാലും അവൾക്ക് പോലീസ് യൂണിഫോം ഇടാന്നുള്ള മോഹം അങ്ങ് മാറ്റി വയ്ക്കാൻ പറഞ്ഞേക്കെന്ന് പറയുകയാണ്. അനാമിക അവിടെ നിന്ന് ദേഷ്യത്തിൽ പോവുകയാണ്. അപ്പോൾ ഇതെല്ലാം പറഞ്ഞ് കേട്ട് ദേഷ്യത്തോടെ നിൽക്കുന്ന അനിയൻ കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിരിക്കുന്നത്.